അക്ഷരമുറ്റത്തിലേക്ക് സ്വാഗതം. ഞാൻ ഒരു മലയാളം അധ്യാപികയാണ്. റിട്ടയറായി ഇപ്പോൾ ഞാൻ വിശ്രമ ജീവിതത്തിലാണ്. ഞാനൊരു പുതിയ ചാനൽ ആരംഭിക്കുകയാണ്. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ മലയാളികളായ നമുക്ക് വളരെ പ്രയാസമുള്ളതാണെന്നറിയാം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ ഒരു എളുപ്പ വഴി എന്ന രീതിയിൽ ഒരു ക്ലാസ് ഞാൻ ആരംഭിക്കുകയാണ്. അക്ഷരം മുതൽ തന്നെ ആരംഭിക്കുകയാണ്. ഫുൾ A+ വാങ്ങിച്ച് SSLC ആയാലും +2 ആയാലും വിജയിക്കുന്ന വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷം പേർക്കും മലയാളം വൃത്തിയായി എഴുതാൻ പറ്റുമോ എന്നുള്ളത് സംശയം തന്നെയാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരങ്ങനെയാണ് പഠിച്ചത്. നമുക്ക് ആ ഒരു തെറ്റ് തിരുത്തിക്കൊണ്ട് തന്നെ മലയാള ഭാഷ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം. ആദ്യമായി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു ചോദ്യം. മലയാള ഭാഷയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ശരിയായ രീതിയിൽ അക്ഷരങ്ങൾ എത്രയുണ്ടെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ശരിയായ ഉത്തരം പറയാം. സത്യത്തിൽ മലയാള ഭാഷയിൽ 51 അക്ഷരങ്ങളാണുള്ളത്. എൻ്റെ തലമുറയിൽപ്പെട്ടവർ പഠിക്കുന്നത് വരെ 51 അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾ അതിൽ ഒരക്ഷരം കുറച്ച് 50 അക്ഷരങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. അത് പോയ അക്ഷരം ഏതാണെന്ന് ചോദിച്ചാൽ ഇറ് എന്ന അക്ഷരത്തിന് ശേഷവും എന്ന അക്ഷരത്തിന് മുൻപുമായി വരുന്ന ഇല് എന്നൊരക്ഷരമുണ്ട്. ആ അക്ഷരം ഇന്ന് നമ്മൾ ഭാഷയിൽ ഒരു വാക്കെഴുതാൻ പോലും ആ അക്ഷരം ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ആ അക്ഷരത്തെ ഒഴിവാക്കിയിട്ടാണ് അവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അക്ഷരം എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 50 അക്ഷരങ്ങൾ എന്നുള്ള ഉത്തരം മാത്രമായിരിക്കും ശരി.